കരുവാരകുണ്ട് സഖാവ് കോയ മാസ്റ്റർ നഗറിൽ നടന്നുവരുന്ന CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറത്തിന്റെ അകവും പുറവും എന്ന പേരിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ മാപ്പിളകല അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗം ഡോക്ടർ PP അബ്ദുൾ റസാഖ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. എന്തായിരുന്നു നമ്മുടെ മലബാറിന്റെ സ്ഥിതി എന്നുള്ളത്, ആ മലബാറിന്റെ സ്ഥിതിയിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുകയും ഏറ്റവും നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുള്ള, നിങ്ങൾ എവിടെ പോയി നോക്കിയാലും നിങ്ങൾ പറയും കേരളം തന്നെയാണ് സ്വർഗം എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുത്തത് ഇവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ്. അതിനെ ഒന്ന് നുള്ളിക്കളഞ്ഞ് മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇങ്ങനെ ഒരു പുതിയ ജില്ല കോഴിക്കോടിനെയും പാലക്കാട് ജില്ലയുടെയും ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരവേല അതിനെതിരായിട്ട് എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ച, ആരായിരുന്നു അവിടെ ആ പ്രചാരവേലയ്ക്ക് പിന്നണിയിൽ പ്രവർത്തിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ പാവരി മസ്ജിദ് ദംസനത്തിന് പിന്നിൽ ഒരു കൂട്ടുകച്ചവടം നടന്നില്ലേ? ആ കൂട്ടുകച്ചവടക്കാർ തന്നെയായിരുന്നു. അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. മതനിരപേക്ഷതയെ നെഞ്ചേറ്റിയ മലപ്പുറത്തെ എക്കാലത്തും അംഗീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണെന്ന് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അഭിപ്രായപ്പെട്ടു. EMS മുതലുള്ള ഇടത് സർക്കാരുകളാണ് മലപ്പുറത്തിന്റെ വികസനം സാധ്യമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി അസീസ് തുവൂർ മോഡറേറ്ററായി. CPM ഏരിയ സെക്രട്ടറി B മുഹമ്മദ് റസാഖ്, ലോക്കൽ സെക്രട്ടറി KK ജെയിംസ് മാസ്റ്റർ, ND കബീർ എന്നിവർ സംസാരിച്ചു. കിഴക്കേത്തലയിൽ തുടങ്ങിയ പുസ്തകമേള സ്കൂൾ കലോത്സവ പ്രതിഭ IT അഫ്ര സെഹന ഉദ്ഘാടനം ചെയ്തു. E ലിനീഷ്, A അപ്പുണ്ണി മാസ്റ്റർ, TM രാജു, M മണി എന്നിവർ നേതൃത്വം നൽകി. ഈ പറയുന്ന മലപ്പുറത്തെ കുറിച്ചുള്ള ഈ ഭീകര ചിത്രം, ഈ വാർപ്പ് മാതൃക ആരുടെ സൃഷ്ടിയാണ്? എന്തുകൊണ്ടാണ് 1969 മലപ്പുറം എന്ന പേരിൽ ഒരു പുതിയ ജില്ല രൂപീകരിക്കപ്പെട്ടപ്പോൾ വിവാദങ്ങളുടെ ഒരു പെരുമഴയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ആ ജില്ല രൂപപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാവുന്നത്. സംഘപരിവാര ശക്തികൾ എല്ലാ കാലത്തും ഈ മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവര് മലപ്പുറത്തിനെതിരായിരുന്നു. പക്ഷേ ആ മുസ്ലിം ഭൂരിപക്ഷ ജില്ല രൂപീകരിക്കുന്നതിനെതിരെ അവർ നടത്തിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചരണത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ കോൺഗ്രസ് നേതാവ് K കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അന്ന് ഈ നിലമ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക്, അന്ന് ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട്ടേക്ക് വലിയ ഒരു പഥയാത്ര നടത്തുന്നത് നമ്മുടെ കോൺഗ്രസ് നേതാവ്, അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട അവരുടെ ഒരു ഉത്കണ്ഠ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കുട്ടി പാകിസ്ഥാനാവും, അല്ലെങ്കിൽ ഇതൊരു മിനി പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ അതൊരു മാപ്പിളസ്ഥാനാണ്. ഞാൻ പറയുന്നത് ഈ TL സ്ട്രേഞ്ച് 1852 സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ നിന്നാണ് ദക്ഷിണ മലബാറിലെ മനുഷ്യര് ഇത്ര കിരാതന്മാരാണ്. അവര് ഈ ഉറയിൽ നിന്നും മലപ്പുറം കത്തി ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോര കാണാതെ കത്തി മടക്കി വെക്കില്ല. അമ്മാതിരിയുള്ള അബദ്ധജടിലമായ ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഈ കത്തി നിരോധിക്കുന്നു, തങ്ങളെ അറേബ്യയിലേക്ക് നാടുകടത്തുന്നു, പള്ളി നിർമ്മാണം അവസാനിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ടും കലാപങ്ങൾ വീണ്ടും തുടരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ നിഗമനം തെറ്റായിരുന്നു. കൃത്യമായിട്ടുള്ള കാർഷിക രംഗത്തെ പീഡനമായിരുന്നു മാപ്പിള കലാപകാരികളെ കലാപത്തിന് പ്രേരിപ്പിച്ചത്, അല്ലാതെ അവരുടെ മതപരമായിട്ടുള്ള തീവ്രതയോ അല്ലെങ്കിൽ ഫെനറ്റിസിസം എന്നാണ് TL സ്ട്രേഞ്ച് വിളിച്ചത്, മതഭ്രാന്തം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ഒരു നാൾ വഴി അന്വേഷിച്ചു കഴിഞ്ഞാൽ 1852 ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ TL സ്ട്രേഞ്ചിൽ നിന്നാണ് നമ്മുടെ മലപ്പുറത്തെ കുറിച്ച് ഈ രീതിയിലുള്ള ഒരു ധാരണ പറയുന്നത്. അത് പിന്നീട് 21 ആകുമ്പോഴേക്ക് അതിഭീകരമായ തലത്തിലേക്ക് എത്തിക്കുന്നു. 21 കലാപം കഴിഞ്ഞപ്പോ പിന്നെ ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സുകാർ തന്നെ അതിനെ തള്ളിപ്പറയും. ദക്ഷിണ മലബാർ എന്ന് പറയുന്നത്
ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിരുന്നു മലബാർ കലാപം നടത്തിയിട്ടുണ്ടായിട്ടുള്ളത്. ആ 3 താലൂക്കുകളെ വെച്ചാണ് ഈ പുതിയ ജില്ല രൂപീകരിക്കപ്പെട്ടത്. അത് സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന് മാത്രമല്ല, കലാപബാധിത പ്രദേശം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് 69 ഇങ്ങനെ ഒരു തീരുമാനം EMS എടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് RSS രംഗത്ത് വരുന്നത്. നിങ്ങൾക്കറിയോ, 5000 RSS വളണ്ടിയർമാരാണ് ഡൽഹിയിൽ നിന്ന് മദൻലാൽ ഖുറാന എന്ന് പറയുന്ന പിന്നീട് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള BJP മുഖ്യമന്ത്രിയായ മദൻലാൽ ഖുറാന അന്ന് ഈ യുവമോർച്ച പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 5000 പേര് ഇവിടെ വന്ന് കോഴിക്കോട്ട് അറസ്റ്റ് വരിക്കപ്പെടുന്നുണ്ട്. എന്തിനെതിരെ? ജില്ലക്കെതിരായിട്ടുള്ള സമരത്തിൽ. അപ്പൊ തന്നെ വാജ്പേയി തിരുവനന്തപുരത്ത് വന്ന് വലിയ മൈതാനത്ത് പ്രസംഗിക്കുന്നു. ആ രീതിയിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ കേളപ്പൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അതുപോലെ തന്നെ അരിയാടൻ മുഹമ്മദിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇതിനെതിരെ പദയാത്ര നടത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്തൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി ഇത് ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് വീഴാവുന്ന രീതിയിലുള്ള വലിയ പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ കാർഷിക ബന്ധ ബില്ല്, കാർഷിക പരിഷ്കരണ ബില്ല് വേണം, കുടിയിറക്ക് നിരോധന ബില്ല്, ഇതൊക്കെ നിർണായകമായ ബില്ലുകളൊക്കെ തന്നെ ആദ്യം പാസാക്കി എടുത്തിട്ടാണ് EMS ഈ തീരുമാനം എടുക്കുന്നത്. അപ്പൊ EMSന്റെ ഒരു നിശ്ചയദാർഢ്യം അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കോട്ടേക്കൊക്കെ ഈ ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് അത് കപ്പൽ മാർഗം അറേബ്യൻ രാജ്യങ്ങളിലേക്ക്, പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാം. അതുപോലെ പ്രമാദരായ പല പണ്ഡിതന്മാരുടെയും ഒക്കെ ഒരു നാടാണ് കരുവാരക്കുണ്ട്. എനിക്കറിയാം, KT മാനു മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ ഈ നാട്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, അറബികളുമായിട്ടുള്ള ഒരു ബന്ധം എന്നത് തീർച്ചയായിട്ടും സാമൂതിരിയുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോ മതേതരത്വം, അതുപോലെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നതിന്റെ പൂർവിക രൂപങ്ങൾ ഇവിടെ മുമ്പ് തന്നെ നിലനിന്നിട്ടുണ്ട്. അത് പുതിയതായിട്ട് പല പേരുകളിൽ വന്നെങ്കിലും ആ ഒരു മൈത്രിയും സൗഹൃദവും ഒക്കെ എന്നും മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. മിഷണറിമാർ വന്നു, അവർ അവരുടെ മതവിശ്വാസങ്ങളിലൂടെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇസ്ലാമിക സൂഫികളും അതുപോലെ തന്നെ കച്ചവടക്കാരും വന്ന് അവരും ഈ നാട്ടിലെ ഈ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി പാവപ്പെട്ട ഒരുപാട് ആളുകൾ മതം മാറുകയും ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു. അതുപോലെയാണ് പിന്നീട് പല ആശയങ്ങൾ, ചട്ടമ്പി സ്വാമികൾ വന്നു, അതുപോലെ സഹോദരൻ അയ്യപ്പൻ വന്നു, അയ്യങ്കാളി വന്നു, അവസാനം ശ്രീനാരായണ ഗുരു വന്നു. ശ്രീനാരായണ ഗുരു അദ്ദേഹം എല്ലാ മതങ്ങളെ കുറിച്ചും നല്ല അവഗാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇവരൊക്കെ ഈ നാട്ടിന് ചെയ്ത സേവനങ്ങളെ മുൻനിർത്തിയാണ്. ആ സേവനങ്ങളുടെ അവസാനത്തിലെ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ടിപ്പു സുൽത്താൻ വന്നു. അദ്ദേഹവും ജാതിക്കെതിരായിട്ടും മാറുമറക്കുന്നതിനെതിരായിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുമുള്ള പല ശക്തമായ നിയമങ്ങളും കൊണ്ടുവന്നത് പലർക്കും രസിച്ചില്ല. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ പാടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാവരെയും ഒന്നായിട്ട് കാണുകയും എല്ലാവർക്കും ഭൂമി അളന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് ഇഷ്ടപ്പെടാത്തവർ പോയി. അതിന്റെ പിന്നീട് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ നവോത്ഥാനത്തിന്റെ ശൃംഖലയെ പരിപൂർണമാക്കിയെടുക്കുന്നത്. വർഗീയ സംഘടനയാണെന്ന് എനിക്ക് അഭിപ്രായമല്ല. അവർ സെക്യുലർ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്. അത് മാത്രമല്ല, EMSന്റെ കാലത്താണ് മുസ്ലിം ലീഗിന് ഒന്ന് നേറ്റു നിൽക്കാൻ കഴിഞ്ഞത്. കാരണം അതിനു മുമ്പ് വരെ തൊപ്പി ഊരിയിട്ട് വരണം എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞ അവസാനം തൊപ്പി ഊരിയിട്ടാണ് പലരും കോൺഗ്രസിന്റെ കൂടെ ഇരുന്നിരുന്നത്. എന്നാൽ EMS അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഈ മലപ്പുറം ജില്ലയിലെ പെട്ട ഒരാളാണ്. ഇവിടെയുള്ള പാവപ്പെട്ട കർഷകരുടെ വിഷമങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പിന്തുണ കൂടി വേണം ഈ ഒരു പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ട് അടുക്കുകയാണ്. അവരിങ്ങോട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പിന്നോക്ക ജില്ല
ഇതുണ്ടാക്കുന്നു. ഇവിടെയുള്ള ഒരുപാട് പിന്നോക്കാവസ്ഥ മാറ്റുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു. മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നു. അത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് മെഡിക്കൽ കോളേജ് വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് EMSന്റെ കാലത്ത് കൊടുത്ത ഈ മലപ്പുറം ജില്ലയിലെ ജില്ലയാണ്. അപ്പോൾ അത്രക്കും ദാരിദ്ര്യം ഇവിടെ ഉണ്ടായിരുന്നു, അത്രക്കും സാക്ഷരത കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. അറബി അറിയാം, മലയാളം അറിയാം, പക്ഷെ മലയാളം അറിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഭൂമി അങ്ങോട്ട് കൊടുത്തപ്പോൾ എല്ലാവരും സന്തുഷ്ടരായി. അപ്പോഴേക്കും ചില ഉസ്താദുമാര് പ്രസംഗിക്കാൻ തുടങ്ങി, അങ്ങനെ ഭൂമിയെ ഏറ്റെടുത്ത് ഗവൺമെന്റ് തരുന്നത് വാങ്ങാൻ പറ്റില്ല, കാരണം ജന്മിമാരുടെ സമ്മതം വാങ്ങി അവർ തരുമ്പോഴേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വേറെ ചില ജന്മിമാർക്ക് വേണ്ടി ചില ഉസ്താദുമാർ പ്രസംഗിച്ചപ്പോൾ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള ആളുകൾ, ആലി മുസ്ലിയാരെ പോലുള്ള ആളുകൾ ഈ കപട പണ്ഡിതന്മാർക്കെതിരെ ശക്തമായ ഫത്വകൾ ഇറക്കി. അത് മുഹിമ്മത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ ഒരു ഫത്വ ആമിനും മാനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ ഇറക്കിയത് ജന്മിമാർക്കെതിരെയുള്ള സമരത്തിന് എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണമെന്നും ഇതിനെതിരായിട്ട് ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് ചേർന്ന് ചില തങ്ങന്മാരും ചില ജന്മിമാരും കൂടി ഒത്തുതീർന്ന് കളിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അതിലാരും വീണുപോകരുതെന്ന് പറഞ്ഞപ്പോൾ ശക്തമായി ഇവിടെയുള്ള മാപ്പിളമാരും താണജാതിക്കാരും എന്ന് പറഞ്ഞാൽ അന്ന് താണജാതിക്കാരെന്ന് പറഞ്ഞിരുന്ന വിഭാഗം, അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിന് ഉണ്ടായിരുന്നത്. അവർ മതം മാറി വരുന്നു എന്ന് മാത്രം. കാരണം അന്ന് ഏത് തരത്തിലാണ് സമരത്തിന്റെ മാർഗമുള്ളത്? ഹിന്ദു മതത്തിൽ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ പറ്റില്ല, കാരണം അത് ജന്മിമാർക്കെതിരെ സമരമാകുമ്പോൾ അത് അടുത്ത ജന്മത്തിൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങളായിട്ട് സമരം തുടങ്ങാം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് മതം മാറിയിട്ട് ഈ മാപ്പിള കർഷകർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അല്ലാതെ അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ വന്ന ആളുകളായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരം മലബാറിന്റെ സമരമാണ്, മലബാറിന്റെ ജനതയുടെ സമരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സമരത്തെ യഥാർത്ഥത്തിൽ മലബാറിന്റെ ഈ ഔന്നത്യം അത്രയും വർദ്ധിപ്പിക്കാൻ കാരണമായി. അതായത് ഇന്ന് ചരിത്രം പഠിക്കുമ്പോൾ, മലബാർ സമരം പഠിക്കുമ്പോൾ കരുവാരക്കുണ്ടിനെ ഒഴിവാക്കി പഠിക്കാൻ പറ്റില്ല. മാളുമ്മ താത്തയെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള ചെമ്പ്രശ്ശേരി തങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള സമരമാണല്ലോ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ രീതിയിൽ ഈ സമരത്തെ അംഗീകരിക്കാൻ ആദ്യം ഇവിടെ തയ്യാറായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് മുസ്ലിങ്ങളുടെ സമരം എന്ന് വിചാരിച്ചിട്ടല്ല. ഈ മലബാർ സമരത്തിൽ മുസ്ലിങ്ങൾ വല്ലാതൊന്നും പങ്കെടുത്തിട്ടില്ല. അതിലെ ഖിലാഫത്തിന്റെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഭൂരിപക്ഷം മുസ്ലിങ്ങളും അതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ കൊല്ലാൻ തുടങ്ങിയപ്പോ ഇവരെല്ലാരും കൊന്നു. ഒരു സന്ദർഭം കിട്ടിയപ്പോ പിന്നെ കിട്ടിയതിനെ കൊന്നുവിടുകയായിരുന്നു. കാരണം എന്താ? ഈ ഗൂർഖകളാണ് ഇവിടെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നത്. എന്തിനാ ഗൂർഖകൾ കൊണ്ടുവന്നത്? കാരണം ഇവിടെ ഒരു വലിയ കത്തി ഉപയോഗിച്ചിരുന്നു. ഈ കത്തിയെ കുറിച്ച് എന്തൊക്കെ അത്ഭുത കഥകൾ ബ്രിട്ടീഷുകാരുടെ, നേരത്തെ റസാഖ് സാർ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു. ഇതിനെന്തോ മന്ത്രവാദമുണ്ടെന്നും ഈ കത്തി കൊണ്ടുപോയി മമ്പുറത്ത് പോയി പ്രാർത്ഥിച്ചു കൊണ്ടുവന്നാൽ പിന്നെ കൊല്ലുന്നതിന് യാതൊരു തടസ്സമില്ലെന്ന്, അങ്ങനെ ഒരുപാട് ബ്രിട്ടീഷുകാരെ കൊന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഏതോ ഒരു മന്ത്രശക്തി കൊണ്ടാണെന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. നമ്മൾ വിചാരിക്കും ബ്രിട്ടീഷുകാർ കുറെ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർക്ക് മന്ത്രശക്തിയിലൊന്നും വിശ്വാസമില്ലാന്ന്. നമ്മളെക്കാളും വിശ്വാസമുള്ള ആളുകളാണ് അവര്. അപ്പോ ഇവരാരും വേണ്ടിയില്ല. കോൺഗ്രസ്സുകാരിനെ പറയണ്ട. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ അധികം ആളുകളും ബ്രിട്ടീഷുകാരുടെ ഒപ്പമാണ്, കുറച്ചാളുകൾ എതിരുമാണ്. ഗാന്ധിജിയെ പോലുള്ള ആളുകൾ വന്നപ്പോൾ കുറെ ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരായി വന്നെങ്കിലും കോൺഗ്രസിനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറെ ജന്മിമാരുണ്ടായിരുന്നു. അവരൊക്കെ ഈ സമരത്തിന് എതിരായിരുന്നത് കൊണ്ട് അവരും വേണ്ടിയിട്ടില്ല. ആദ്യമായി ഇതിനു വേണ്ടി ശബ്ദിച്ച ഒരേ ഒരു പാർട്ടി ഭൂമുഖത്ത് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.